ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കുർത്തിയുടെ സ്ലീവ്ലെസ് ആണ് കട്ട് ചെയ്ത് അതിൻ്റെ കഴുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് വീതിയും 7.5 ഇഞ്ച് നീളവുമുള്ളൊരു ക്യാൻവാസാണ്. അതിൽ രണ്ടായിട്ട് നമ്മളതിനെ മടക്കി നമ്മൾ 3 ഇഞ്ചാണ് കഴുത്തിന് വൈഡ് എടുക്കുന്നത്. ആ വൈഡ് നമ്മൾ അടയാളപ്പെടുത്തി നമ്മൾ 6.5 ഇഞ്ചാണ് കഴുത്തിന് ക്യാൻവാസിൽ ഇറക്കം വെക്കുന്നത്. അതും നമ്മൾ മാർക്ക് ചെയ്തൊരു ബോക്സ് പോലെ വരയ്ക്കുക. ഈ ബോക്സ് വരച്ചതിന് ശേഷം ഇതിന് ഞാൻ പ്രത്യേകിച്ച് കഴുത്ത് അടയാളപ്പെടുത്തിയിട്ട് തന്നെ കണ്ടോ, കഴുത്തിൻ്റെ ഇതേ രീതിയിൽ തന്നെ പീസ് മാറ്റി മാറ്റി കൊടുത്തുകൊണ്ട് തെറ്റി മാറാതെ കണ്ട് നമ്മളൊരു പിന്നോ മുട്ടുസൂചിയോ കുത്തണം. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കണം. എന്നിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കണം. എന്നിട്ട് ഈ കഴുത്തിൻ്റെ വൈഡ്, അതായത് ആ മൂലഭാഗം വരുന്നതെന്ന് പറഞ്ഞാൽ 3/4 ഇഞ്ചാണ്. ആ മൂലഭാഗം നമ്മൾ ആ കഴുത്തിൻ്റെ ചതുരം വരച്ചതാണ്ട് അവിടെ 3/4 ഇഞ്ചാണ്. അന്നേരം അത് കണക്കാക്കിയിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമ്മൾ ഓരോ ഇഞ്ച് നമുക്ക് വിട്ട് കൊടുത്ത് മാർക്ക് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. മുകളിൽ നമ്മൾ ഒരു 1/2 ഇഞ്ചാണ് ആ ക്യാൻവാസിൻ്റെ പടി കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ക്യാൻവാസ് മുകളിൽ ഞാൻ ഒരു 1/4 ഇഞ്ച് അകത്തോട്ട് തള്ളിയിടുന്നുണ്ട് കേട്ടോ. അതായത് കഴുത്ത് ഒരുപാട് നമുക്ക് ഓപ്പണായി പോകാതിരിക്കാനാണ്. ഇനി നമ്മൾ നാടിയിൽ ലൈനിങ് പീസ് ഇടുക. നല്ല പീസ് നമ്മുടെ മുകളിൽ വെക്കുക. എന്നിട്ട് ക്യാൻവാസ് ഈ കാണിച്ച കണക്ക് അതിൻ്റെ പുറത്തിട്ട് റൗണ്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതിന് നമുക്ക് ബാക്ക് കഴുത്തും കൂടെ കട്ട് ചെയ്യാം. 4.5 ഇഞ്ച് ഇറക്കവും വീതി 3 ഇഞ്ചുമാണ് നമ്മൾ ഈ ക്യാൻവാസിന് എടുത്തേക്കുന്നത്. അതിൻ്റെ ആ മൂലഭാഗം നമ്മൾ 1/4 ഇഞ്ചാണ് വൈഡ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒരു പീസിനകത്ത് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ആ ക്യാൻവാസിൻ്റെ സൈഡ് സെൻറ്റർ വെച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ തേപ്പൊട്ടിക്ക് തേച്ച് കൊടുത്താലും മതി സെൻറ്റർ പിടിച്ചിട്ട്. ഇനി ഇതാണ്ട് ആദ്യമേ നമുക്ക് ഫസ്റ്റ് പാർട്ട് ലൈനിങ് അടിയിലിടുക. അതിൻ്റെ മുകളിലാണ് നമ്മുടെ നല്ല പീസ് വെച്ചേക്കുന്നത്. കഴുത്താരും ബാക്കും ഫ്രണ്ടും ഫസ്റ്റ് കയറി വെട്ടിക്കളയരുത്. എന്നിട്ട് നമുക്ക് ഇതാണ്ട് കഴുത്ത് കട്ട് ചെയ്തത് നമ്മൾ ഇതിനകത്ത് വെച്ച് പിൻ കുത്തിയിട്ട് നമുക്ക് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് വെച്ച് നമുക്ക് വേണ്ട ഇതേപോലെ തന്നെ നമുക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ദാണ്ട് ഇങ്ങനെ ഓരോ കട്ടിങ് കൊടുക്കണം. ഫുള്ള് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് പീസ് തിരിച്ചിട്ട് വേണ്ട നമ്മുടെ ക്യാൻവാസിൻ്റെ ഭാഗം ഫ്രണ്ടിൽ വന്ന് അതിനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി വേണ്ടോ ഒന്നി നമ്മൾ ആ തയ്യൽ തുമ്പി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ക്യാൻവാസിന്, അതങ്ങനെ തയ്ച്ചെടുക്കുക ഫുള്ള്. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ കുറേശ്ശെ വിട്ട് കൊടുത്ത് കണ്ട് ഇതേപോലെ മടക്കി അരിവി കൂടെ ഈ കാണിച്ച രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടേ, നമുക്കിപ്പോൾ മുകളിൽ നിന്ന് നമ്മൾ മടക്കി കൊടുത്താണ് ലൈനിങ്ങിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ്ങിൻ്റെ പുറത്ത്, അതായത് ലൈനിങ് നമ്മുടെ ശരീരത്തിൽ തട്ടിയാണ് നമ്മുടെ ക്യാൻവാസ് കിടക്കുന്നത് കേട്ടോ. നല്ല ഭാഗത്ത് പീസ് വലിച്ച് പിടിക്കണം. നല്ല ഭാഗം ഒരു കാരണവശാലും കയറി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം തട്ടരുത്. അത് നമ്മൾ കൂടെ ഒന്ന് കൈവച്ച് ഒന്ന് നോക്കണം. തുണി വല്ലതും നമ്മുടെ ഈ തുണിക്കകത്ത് കയറി ഇരിക്കുന്നുണ്ടോ, അത് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കണ്ടോ, നമ്മുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് ഇതേ രീതിയിലിരിക്കും. ഞാൻ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഈ അതേ അളവായിരിക്കും. ഇത് തന്നെ ഇട്ടപ്പം കൃത്യമായിരുന്നേ. പിന്നെ ദണ്ടോ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്ക് കഴുത്തിനകത്ത് സിബ് വയ്ക്കുന്നതും അതിൻ്റെ ബാക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്.
അങ്ങനെ പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഇതേ രീതിയിൽ നിങ്ങൾ തയ്ക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെയും അസ്സലാമു അലൈക്കും.